നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. മൂസാ നബിക്ക് തൗറാത്തും ഈസാ നബിക്ക് ഇഞ്ചീലും അവതരിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ച ഒന്നാണ് വിശുദ്ധ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ച വഹീകളാണ് വിശുദ്ധ ഖുർആൻ. സൃഷ്ടിപ്പ്, വളർച്ച, പ്രത്യുൽപാദനം, പ്രപഞ്ചഘടന, മനുഷ്യോൽപ്പത്തി മുതൽ വിവിധ കാലഘട്ടത്തിലെ സമൂഹ ഗതിവിധികൾ, പ്രവാചകന്മാർ, ഭൂമിലോകത്ത് നടന്നതും നടക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. വിശുദ്ധ ഖുർആനെ മാറ്റിമറിക്കുന്നതിനായി ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട്. ഖുർആനിന് പകരമായി ഒരു ഗ്രന്ഥവും ഇനി ഈ ലോകത്ത് ഉണ്ടാകില്ലെന്ന് അല്ലാഹു തആല സൂറത്തുൽ ഇസ്രാ 88-ാമത്തെ ആയത്തിൽ പറയുന്നു. ഈ ലോകത്ത് വിവിധ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നു. എന്നാൽ അതിനൊക്കെ ഒരു പരിധിയും സമയവും ഉണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഓതാൻ സമയത്തിൻ്റെയോ ഒരു പരിധിയുടെയോ ആവശ്യമില്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റിയും അവരുടെ സ്വാതന്ത്ര്യങ്ങളെപ്പറ്റിയും പരാമർശിക്കുന്നുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, കഴിഞ്ഞുപോയ കാലത്തിൻ്റെയും വരാനിരിക്കുന്ന കാലത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് വിധി നിർണയിക്കപ്പെട്ടതിൻ്റെ രേഖ ഖുർആനിൽ തന്നെയുണ്ട്. വിശുദ്ധ ഖുർആനിൽ വിദ്യാഭ്യാസം, സംസ്കാരം, ഭരണം, അവകാശങ്ങൾ, ചുമതലകൾ, വ്യക്തിജീവിതം, കുടുംബജീവിതം, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, ചരിത്രങ്ങൾ എന്നിങ്ങനെ ഏതു വിഷയമാകട്ടെ ഖുർആനിൽ അതിൻ്റെ പരാമർശമുണ്ട്. ലോകാവസാനം വരെയും നിലനിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ.